ഹലോ, എന്താ ചാരു, സുഖമല്ലേ? ഒരു കാര്യം കേട്ടു, നീ നിന്റെ ഭർത്താവിനെയും കൂട്ടി മാറി താമസിക്കാൻ പോവാന്ന്. നിങ്ങൾക്കൊരു വീടൊക്കെ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാ. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ചെറിയ വാടകയ്ക്ക് ഒരു വീടെടുത്തു തരാം. എനിക്ക് കമ്മീഷൻ തന്നാ മതി. ചുമ്മാ പറഞ്ഞതാ ചാരു. എന്നെ പേടിച്ച് രക്ഷപ്പെടാൻ നോക്കണം രണ്ടുപേരും. നിങ്ങളെ ഞാൻ അങ്ങനെ വിടുവോ? നിങ്ങൾ എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം. എവിടേക്ക് ഓടാനോ ഒളിക്കാനോ സമ്മതിക്കില്ല ഞാൻ. ഓടി ഒളിക്കാനുള്ള പ്ലാനൊന്നും ഞങ്ങൾക്കില്ല. കൂടുതൽ പ്രശ്നങ്ങൾ വേണ്ടല്ലോ എന്ന് വെച്ച് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ നോക്കിയതാ, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. പ്രശ്നങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കാനോ? നിന്റെയൊക്കെ പ്രശ്നം ഞാനല്ലേ. എന്റെ അടുത്ത് നിന്ന് ഒതുങ്ങി പോവാൻ പറ്റില്ല ചാരു. നീ എവിടെ പോയാലും മുന്നിൽ ഞാനുണ്ടാവും. നിന്റെ വീടും വീട്ടുകാരും ഇപ്പൊ എന്റെ കൺട്രോളിലാ. ഞാൻ പറയുന്നത് പോലെ അവിടെ എന്ത് നടക്കും. ശ്രേയ, ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ വിട് പ്ലീസ്. സമാധാനോ? നിനക്കോ? മാഷിന്റെ സമാധാനം കളയരുതെന്നാണോ നീ പറഞ്ഞു വരുന്നത്? പക്ഷേ എന്റെ സമാധാനം പണ്ടേ നഷ്ടപ്പെട്ടതാ, നിന്റെ കഴുത്തിൽ ആകാശ താലി കെട്ടിയതോടെ. ഇനി ആ സമാധാനവും സന്തോഷവും എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നീയും ആകാശവും നരകിക്കുന്നത് എനിക്ക് കാണണം. ആയിരപ്പറയില് എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. ഒരാളും രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല. അമ്മായി അരവിന്ദേട്ടൻ ഇപ്പൊ നിന്നെ വിശ്വസിക്കുന്നുണ്ടാവും. ആ വിശ്വാസം എന്നും ഉണ്ടാവുന്ന നീ വിചാരിക്കണ്ട. മാറും, എല്ലാം മാറും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞങ്ങള് മാറി താമസിക്കുകയാണെങ്കിൽ കല്യാണം മുന്നിൽ നിന്ന് നടത്തി തരാമെന്ന് അരവിന്ദനും ആന്റിക്കും ഓഫർ കൊടുത്തു എന്നറിഞ്ഞു. ഇപ്പോ ഞാൻ നിനക്കൊരു ഓഫർ തരാം. നിന്റെ ബാലമാമൻ താലി എടുത്തു തന്നേ എന്റെ കല്യാണം നടക്കൂന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇനി അത് നടന്നില്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. കല്യാണത്തിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ പോയി തരാം. നിന്റെ മാമനെ കൊണ്ട് താലിയെടുത്ത് തരാതിരിക്കാൻ നിന്നെ കൊണ്ടാവുന്നത് നീ അങ്ങ് ചെയ്. ശ്രേയ, ഇത് ഓഫറല്ല, ഞാൻ തീരുമാനിച്ചു വച്ചിരിക്കുന്ന കാര്യം. ബാലമാമൻ താലിയെടുത്ത് തരില്ല എന്ന് മാത്രമല്ല, ഈ കല്യാണം നടക്കാനും പോകുന്നില്ല മാഡം ശ്രേയ. ബെസ്റ്റ് ഓഫ് ലക്ക്. Good morning. Good morning, madam. നീ നിന്റെ ഭാര്യയും ചേർന്ന് നാട് വിടാനായിരുന്നോ പ്ലാൻ? അതും എന്നെ പേടിച്ച്? കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നത് പോലെ നിന്റെ വീട്ടിൽ നടക്കൂ. അത് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. എന്റെ കാര്യത്തിനെ അല്പം പിടിവാശി കൂടുതലാണെന്ന് അറിയാലോ. അത് ഞാൻ മറ്റുള്ളവരെ വകവയ്ക്കാത്തത് കൊണ്ടൊന്നുമല്ല, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ നേടിയെടുത്തിരിക്കും. പണിയെടുക്കടാ.
എന്ത് പറ്റി മാഡം? മാഡം സതി 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 താനിത് എവിടെ പോയി കിടക്കായിരുന്നോ? വണ്ടി എടുക്ക്. മോളെ ശ്രേയ, എന്താ എന്താ ഈ കാണിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? നിനക്ക് ഭ്രാന്തായോ?